ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ പെഷാവരിയാണ്. ഒരു പാകിസ്ഥാനി സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 3 മീഡിയം സവാള എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 2 മീഡിയം തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില. ഇനി നമുക്ക് പാൻ ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടും, പിന്നെ കരിയില്ല. പിന്നെ സവാളയിൽ കുറച്ച് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേർന്ന് പിടിച്ചോളും. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായി കഴുകിയിട്ട്. ഇനി ആ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് ആ സവാളായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, കുറച്ച് ഉണക്കമുളക് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ എല്ലാ പൊടികളും ഒക്കെ അതിന്മേൽ പിടിക്കും. പിന്നെ ചിക്കൻ കുറച്ചും കൂടി കുക്കായിട്ട് വരും. പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുക. തക്കാളി നമ്മൾ സാധാ വഴറ്റിയെടുക്കണ പോലെ ഒന്നും വഴറ്റിയെടുക്കില്ല. നല്ലപോലെ മൂടി വെച്ച് ഒരല്പം മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഈ കൂട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് മുകളിലൊന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ടാവുമല്ലോ. അവസാനമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൊറിയൻഡർ ലീവ്സും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെ ചിക്കൻ പെഷാവരി നല്ല അടിപൊളി ടേസ്റ്റാണ്. കീപ്പ് വാച്ചിങ്. താങ്ക് യു.